ആയുർവേദത്തിൽ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പേസ്റ്റാണത്. പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കണം. അത് ഇതാണ്. ഇപ്പോൾ ഈ കൂടുതലുള്ളവർക്ക് ഇതൊരു എണ്ണം വേണ്ടി വരും. കാരണം ഇത് പശുവിൻ്റെ ദേഹത്ത് ഇത് ഇങ്ങനെ വട്ടത്തിലും ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഈ അരിമ്പാറ ഈ പേസ്റ്റ് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് അരിമ്പാറ വരാറുണ്ട്. ഈ അരിമ്പാറ അങ്ങനെ വല്ല പ്രശ്നമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ഈ അരിമ്പാറ പശുവിൻ്റെ അകിട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവിടുന്ന് ചോര വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ അരിമ്പാറ വലിയ രീതിയിൽ വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അരിമ്പാറയ്ക്കുള്ള ഒരു ആയുർവേദ മരുന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് അരിമ്പാറയുടെ വേരുൾപ്പെടെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു മരുന്നാണ്. അപ്പോൾ പശുക്കൾക്ക് വരുന്ന ഈ അരിമ്പാറയ്ക്കുള്ള എന്താണ് ഈ മരുന്നുള്ളത്? അരിമ്പാറയ്ക്കൊരു മരുന്നുണ്ട്. അരിമ്പാറ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും വരുന്നതല്ല, കുറേശ്ശെ പലയിടത്ത് വരുന്നതാണ്. പക്ഷെ കർഷകനായൊരു ശ്രദ്ധക്കുറവ് കാണിക്കുന്നത് ശ്രദ്ധക്കുറവാണോ? അല്ല, അതുകൊണ്ട് വരുന്നതല്ല, ആരും കൊണ്ടുവരുന്നതും വരുന്നതല്ല. അരിമ്പാറ മനുഷ്യർക്കും ഉണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്. ഈ പശുക്കളുടെ കാര്യം സംബന്ധിച്ച് ചിലതിന് അകിടയിലാണ് കൂടുതൽ വരുന്നത്. അതൊരു പ്രശ്നമായിട്ടാ അല്ലേ? അതെ. ഈ അകിടയിൽ ഒരെണ്ണം വന്നു കഴിയുമ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഒരെണ്ണല്ലേ ഉള്ളൂ. വേറെ പശുവിന് വേറെ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഒരെണ്ണം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 2 ആകും, പിന്നെ 3 ആകും, പിന്നെ പശുവിനെ പിടിച്ച് കറക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അകിട് മൊത്തമാവും. ആ വൃത്തികേടാണ്, കാണാൻ തന്നെ ഒരു വൃത്തി. അത് 2 കളറിൽ വരും. ചിലത് കറുത്തതും ചിലത് വെളുത്തതും ഉണ്ടാവും. ഒന്ന് തന്നെ വെളുത്തതുണ്ടല്ലേ? വെളുത്തതുണ്ട്. നല്ല അകിട് വെളുത്താണെങ്കിൽ ചിലതിന് വെളുത്തേരിക്കുള്ളൂ. അപ്പോൾ മനസ്സിലാവില്ല. അപ്പം അതിന് കനം കൂടുതലുണ്ടാവും. ഈ സാധാരണ അകിടിന് പിന്നെ കുരുക്കൾ വരുമല്ല, മുലപ്പുണ്ണെന്ന് പറയും. അതാണെന്ന് ധരിച്ചിരിക്കും. പക്ഷേ ഇതിങ്ങനെ വളർന്ന് പിടിച്ചോണ്ടേയിരിക്കും. പിന്നെ അത് വല്ല കുട്ടി കുടിക്കുക അല്ലെങ്കിൽ ചെയ്ത് പൊട്ടിയും കുടിച്ചാൽ ബ്ലഡ് വരും. അങ്ങനെ ഉണ്ടാവില്ല. കുട്ടി കുടിക്കുമ്പോൾ കുട്ടിയുടെ പല്ല് കൊണ്ടാലും ബ്ലഡ് വരും. അങ്ങനെ വരും. അപ്പം ഇത് നിരപ്പാകും. പിന്നെ അവസാനം കുറേ ആകുമ്പോഴാണ് എന്തെങ്കിലും തിരക്കണത്. അന്നേരമാണ് നമ്മൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ദേഹത്ത് വരാൻ തുടങ്ങും. ദേഹത്ത് വന്ന് കഴിയുമ്പോൾ പശുവിനെ വെട്ടുകാരൻ പോലും കൊണ്ടുപോകത്തില്ല. കണ്ട അത്രയ്ക്ക് വൃത്തികേടാവും. ഒന്നിങ്ങോട്ട് തടിയുടെ പുറത്ത്, തൊലിയുടെ പുറത്തൊക്കെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ നിറയും, മുഖത്തും ശരീരത്തിലൊക്കെ. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ദിവസങ്ങളെടുക്കും. ഇത് പിന്നെ അതിനുള്ളിൽ ഇപ്പം ആയുർവേദത്തിൽ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പേസ്റ്റാണത്. പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കണം. അത് ഇതാണ്. ഇപ്പോൾ ഈ കൂടുതലുള്ളവർക്ക് ഇതൊരു എണ്ണം വേണ്ടി വരും. കാരണം ഇത് മിനിമം 30 ദിവസവും പറ്റണം. അങ്ങനെയല്ലേ? ഇത് ഹാഫാണ്. വല്ലത് 1-2 അകിടയൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് മതി. 2 മരുന്നൊന്നും തന്നെ അളവിലാണ് വ്യത്യാസം. ഈ ഒരു അകിടിനൊക്കെ മാത്രമേ 1-2 ഉള്ളെങ്കിൽ ഇതൊരു ഡബ്ബ കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറും. ഇത് പെരട്ടാൻ തുടങ്ങിയാൽ 20 ദിവസം കഴിഞ്ഞവൻ പൊളിയാൻ തുടങ്ങുള്ളൂ. അപ്പോൾ 1-2 ദിവസം പറ്റിക്കൊണ്ട് പിന്നെ ഒരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? ഇത് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ പെരട്ടും. ഡെയിലി പെരട്ടണം. ഡെയിലി ഒരു നേരം മതി, ഒറ്റ നേരം. കറവ് പശുവിനാണെങ്കിൽ ഉച്ചക്കത്തെ കറവ് കഴിഞ്ഞിട്ട് ഇതിന് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ അരിമ്പാറയുടെ ചുറ്റിനും പെരട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. പെരട്ടിട്ട് കാര്യമില്ല. മൊത്തം ഈ അരിമ്പാറയിൽ മാത്രമേ പെരട്ടാവൂ. ഇത് സ്കിന്നിൽ കൂടുതൽ പെരട്ടി കഴിഞ്ഞാൽ സ്കിന്നിൽ പൊള്ളലുണ്ടാവും. അങ്ങനെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ആയുർവേദ മരുന്ന് ഇതിനകത്തുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പൊള്ളലുള്ള 2 വരുന്നുണ്ട്. ഒന്ന് കൊടിവേലി കിഴങ്ങ്. ഇത് ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആൾക്കാർ ചെയ്യും. അവരുടെ കയ്യും കാലും പൊള്ളിയിട്ട് പിന്നെ വൈദ്യുതി പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നവർ ഉണ്ടാക്കണവൻ്റെ കയ്യും കാലും പൊള്ളും. അവനെ ശുദ്ധി ചെയ്താ എടുക്കുന്നത്. കൊടിവേലിക്കിഴങ്ങ് പൊള്ളലുള്ള സാധന. അതിന് ശുദ്ധി ചെയ്യും. ശുദ്ധി ചെയ്ത് ചുണ്ണാമ്പുള്ളത്തിലൊക്കെ ഇട്ട് ശുദ്ധി ചെയ്യാം. പിന്നെ ഒന്നുള്ള ചേർക്കുരുവാ, അതിന് ശുദ്ധി ചെയ്തെടുക്കണം. ഈ ചേർക്കുരു എന്ന് പറഞ്ഞാൽ ചില ഒരു ചേരിൻ്റെ മരം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ചേരിൻ്റെ മരം. ചില ആ മരത്തിൻ്റെ തല കൂടി ചില ആൾക്കാർ നടക്കുമ്പോൾ പറഞ്ഞേ പിന്നെ ഇതാവും, ചേരി പൊള്ളും. അലർജിയായി പോയി. അപ്പോൾ തന്നെ ശരീരമൊക്കെ അങ്ങ് ഒന്ന് നീർക്കും. അതാണ് അതിൻ്റെ കുരുവാ. അവനെ കൈ കൊണ്ട് വിടാൻ പറ്റില്ല. അവൻ്റെ മുഖം ചെത്തി എരിമച്ചാണകത്തിനകത്തിട്ടാണ് ശുദ്ധി ചെയ്തെടുക്കണത്. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിയാക്കിയിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ പോയി ചേർക്കുരി മേടിച്ചിട്ട് വന്ന് ചെത്തും. കയ്യും പോയി, കയ്യും പൊള്ളി, തൊലിയും പോയി, അവസാനം പ്രശ്നമാകും. അതുകൊണ്ട് പബ്ലിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സാധനമല്ല. അങ്ങനല്ലേ? നമ്മളിത് ഉണ്ടാക്കിയതിൻ്റെ പൊടികളും മറ്റു കാര്യങ്ങളൊക്കെ ശുദ്ധി ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനടുത്ത് കൂട്ടുക. അങ്ങനെയായിട്ട് പേസ്റ്റ് ആക്കുന്നത്. പിന്നെ ഓയിൽ ചേർക്കുന്ന മരോട്ടി എണ്ണ വേണം. ഓയിൽ ചേർത്താണ് ഇതിനകത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കണം. ഈ കാണുന്ന പേസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് പറയാമോ? വെറുതെ അരിമ്പാറ, ഇപ്പം അരിമ്പാറ ഞാൻ പറഞ്ഞാലേ, ഇപ്പോൾ പശുവിൻ്റെ ദേഹത്ത് ഇത് ഇങ്ങനെ വട്ടത്തിലും ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഈ അരിമ്പാറ ഈ പേസ്റ്റ് പറ്റിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്തും പറ്റണം, ഈ സൈഡിലിട്ട് കൊടുക്കണം.
ഉള്ളിൽ പിടിച്ചു വരുന്ന സ്ഥലത്ത്. ഓ ഓ അത് ഇതുപോലെ ഉള്ള പേനയുടെ നിബിളോ എന്തെങ്കിലും ഫില്ലറേ എന്നിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഇത് ഇങ്ങനെ റൗണ്ടിൽ തേച്ച് കൊടുക്കണം. ഓ അങ്ങനെ. അപ്പം ഈ റൗണ്ട് ഇങ്ങനെ നടന്ന് വരും. 20 ദിവസമാകും അടരാൻ. ഓ അങ്ങനെ അല്ലേ. 20 ദിവസം കഴിഞ്ഞ് അവൻ അടരാൻ തുടങ്ങുള്ളൂ. അടർന്ന് തന്നെ ചുറ്റിനും വന്ന് വിട്ടങ്ങ് പോകും. അപ്പം അകത്ത് ആ സ്കിൻ വന്നോണ്ടിരിക്കും. വിട്ട് താഴെ പോകുമ്പോൾ അകത്ത് മുറിവുണ്ടാവില്ല, വിട്ടു പോകും. ഇത് കുറച്ച് വിട്ട് കഴിയുമ്പോൾ ആൾക്കാർ അടത്തിക്കളയായിരുന്നാൽ മതി. തന്നെ അടർന്നു പോകും, ഓട്ടോമാറ്റിക്കായിട്ട് അടന്നു പോകും. അങ്ങനെ പോകണം. ഒളിച്ചു കളയുമ്പോൾ വ്രണാവും. വ്രണത്തിൽ മരുന്ന് വെട്ടാനും പറ്റില്ല. ഓ അങ്ങനെയുണ്ടല്ലേ. അങ്ങനെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ചുറ്റിനും മാത്രമേ പെരട്ടാവൂ എന്നർത്ഥം. പിന്നെ ഇത് പെരട്ടിയാൽ പിന്നെ കറവയുള്ള പശുവിന് പെരട്ടിയാൽ കറക്കുന്നതിന് മുന്നേ ഇത് സോപ്പ് വെള്ളത്തിൽ ആദ്യം ഇത് പെട്ട് അകടയിലാണെങ്കിൽ മുലക്കാമ്പയിലാണെങ്കിൽ സോപ്പ് വെള്ളം കൊണ്ട് മുലക്കാമ്പ് കഴുകിയിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകിയിട്ട് വേണം കറക്കാൻ. കാര്യം ഈ മരുന്നിൻ്റെ അംശം പാലിനകത്ത് വരാരുത്. ഓ അങ്ങനെ അല്ലേ. മനുഷ്യർ ഉപയോഗിക്കണമല്ലേ, പിന്നെ പാലിനകത്ത് വരാൻ പാടില്ല. ഇത് കാരണം ആദ്യം അലക്ക് സോപ്പിൻ്റെ വെള്ളം കൊണ്ട് കഴുകണം. കഴിയുമ്പോൾ ഓയിൽ മയൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകിയിട്ട് വേണം കറക്കാൻ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം കേസ് കേട്ടാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം പിടിക്കും കംപ്ലീറ്റ്. 20 ദിവസം കഴിഞ്ഞ് ഇവൻ്റെ റിസൾട്ട് കാണിച്ച് പൊളിയാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് അലംഭാവം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഒരാഴ്ച ചെയ്തിട്ടും ഇതെങ്ങനെ തന്നെ നിൽക്കുന്നത്. എന്നാൽ പിന്നെ പലപ്പോഴും പെട്ടാന്ന് കഴിക്കാൻ പോകത്തില്ല. ഡെയിലി ഇവൻ പെട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റിലൊക്കെ സാധനം പോവുള്ളൂ അല്ലേ. ഇതിപ്പോൾ ഒരു പശുവിൻ്റെ ദേഹത്തൊക്കെ ഉണ്ട് കൂടുതലുള്ളതാണെങ്കിൽ 1-2 പശുവിനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ഡബ്ബ വേണ്ടി വരും. പക്ഷേ 30 ദിവസം ഉപയോഗിക്കണമല്ല, ഇത്രേ എടുക്കുള്ളൂ. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ ഇരിക്കും തോറും ദിവസങ്ങൾ ഇപ്പം ലൂസാണ്, ഇറക്കും തോറും ഇവൻ ഉറച്ചോണ്ടിരിക്കും. ഓ അങ്ങനെയാണല്ലേ. പേസ്റ്റാണെങ്കിൽ ഇവന് ഉറച്ചോണ്ടിരിക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയാൽ മതി. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് ലൂസാക്കിയിട്ട് പറ്റി കൊടുക്കാം. അത് കുഴപ്പമില്ല. ഉറച്ച് പോയാൽ അല്ലെങ്കിൽ കൈ കൊണ്ട് വിരലെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും കൊണ്ട് പറ്റിയാൽ മതി. അപ്പം ഇത് പേസ്റ്റ് നമ്മുടെ കയ്യിൽ തൊടുന്നതുകൊണ്ട് നമുക്കൊന്നും വരാനില്ല. ഇല്ലല്ലേ. പുള്ളികളില്ല, ഒന്നുമില്ല. പശുവിൻ്റെ അകലെ പറ്റുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറ്റണം. കൂടുതലുള്ളവർ അതനുസരിച്ച് കഷ്ടപ്പെടണം അവിടെയൊക്കെ പറ്റണം. പോകുന്നുണ്ട്. ഉള്ളിലേക്ക് യാതൊരു മരുന്നും നിർദ്ദേശിച്ചിട്ടില്ല, കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരുപാട് പശുക്കൾക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അകിട്ടിന് മാത്രമല്ല, ഇതിപ്പോ ദേഹത്തുണ്ടാവും, ധാരാളം. അന്നേരം എന്ത് ചെയ്യും? ദേഹത്ത് തന്നെ ഇത് പുരട്ടിയാൽ മതി. ഇത് തന്നെയാണല്ലേ. ഇത് തന്നെ വേറെ മരുന്നൊന്നുമില്ല. ഇത് തന്നെ ദേഹത്ത് പുരട്ടിച്ചാൽ മതി. പോകും. പെട്ടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റിനും പെട്ടുക എന്നുള്ളതാണ്. അന്നേരം പ്രത്യേകിച്ച് വല്ല ആഹാരം കൊടുക്കാതിരിക്കുകയോ ഒന്നുമില്ല, വേറെ ഒരു ബന്ധവും ഇല്ല. ഇത് ആഹാരം മറ്റു പ്രശ്നങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാണ് ആൾക്കാർ ശ്രദ്ധിക്കാത്തത്. ഇത് വന്നതുകൊണ്ട് പനി ഉണ്ടാകുന്നില്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, വേറെ അസ്വസ്ഥതയില്ലല്ലോ. ഇത് ചുണങ്ങ് വരില്ലേ, അതുപോലെ തന്നെ ഉദ്ദേശിച്ചാൽ മതി. ചുണങ്ങ് വന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും രോഗം വരുവാ, ആ പാട് പോകാൻ. അതുപോലെ അരിമ്പാറ പോകാൻ വേരോട് പറഞ്ഞു പോയില്ലെങ്കിൽ വീണ്ടും ഉണ്ടാവും. അങ്ങനെ അല്ലേ. വേരോടുകൂടി പറഞ്ഞു പോയിട്ടാലേ ദ്രവിച്ച് പോകുകയാണ് അവിടെ. സാധനം ഇതാണ് അരിമ്പാറയുള്ള മെഡിസിൻ. 500 രൂപ വില നയിക്കുക വലിയ ഡബയ്ക്ക് ഇതിനല്ലേ. അതെ, എന്നുവെച്ചാൽ അത് കൂടുതൽ അരിമ്പാറയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ 250 ഇത്രയേ ഉള്ളൂ. ഒരു മാസം ഉപയോഗിക്കാനുണ്ട്. 1, 2, 3 അരിമ്പാറയുള്ളെങ്കിൽ ഇടയില ദേഹത്ത് എവിടെ ഉണ്ടെങ്കിലും ഇത്ര അമിതമായ വിലയില്ല. ഉണ്ടാക്കിയെടുക്കണതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാവും. എന്തായാലും അത് പ്രയോജനമുള്ള സാധനമാണ്. പിന്നെ ഇത് ഇടുമ്പോ നമ്മള് കയ്യില് വല്ല ഗ്ലൗസ് എടുത്തിട്ട് വേണ്ടല്ലേ? ഇപ്പൊ അത് ആൾക്കാർ നോക്കാൻ, ആൾക്കാരുടെ കൈയൊന്നും പൊള്ളത്തില്ല. ഇല്ലല്ലേ, ഒന്നുമില്ല. നമ്മളെ കൈവരലെന്ന് പറഞ്ഞാൽ സ്കിന്നിന് കട്ടിയുള്ളതല്ലേ. മാർദ്ദമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പൊള്ളൽ നമുക്ക് തോന്നും. അതിലും പൊള്ളില്ല. അത് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അകിടയിൽ വാരി തേക്കരുത് മൊത്തം. മനസ്സിലായ? തേക്കരുത്. ആ അരിമ്പുപാറയുടെ പുറത്തു വിടുക, അതിന്റെ ചുറ്റിനും വിടുക. അവനെ മാത്രം ഉദ്ദേശമുള്ളതാണ്. അത്രയും മാത്രമേ ചെയ്യാവൂ. അകടെ പറ്റാൻ പറഞ്ഞാൽ മൊത്തം എടുത്ത് തേച്ചാൽ ശരിയാവില്ല. സാധനം തീർന്നു പോകും, അത് നമുക്ക് ദോഷം ചെയ്യും.